ഹലോ ഗൈസ്, പുതിയൊരിടയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യന് താഴെ ഭൂമിയിലെ എല്ലായിടങ്ങളും കാലുകുത്തിയ എല്ലായിടങ്ങളും കീഴടക്കിയവരാണ് അവർ. അതെ, പറങ്കിപ്പട, പോർച്ചുഗൽ എന്ന രാജ്യം, വാസ്കോഡഗാമയുടെ പിന്തുണക്കാർ. അങ്ങനെ ആ നാട്ടിൽ ജനിച്ചു വളർന്ന പോർച്ചുഗലിന്റെ രാജകുമാരന്, പോർച്ചുഗലിന്റെ കാൽപന്ത് പ്രതീക്ഷകളെ ഏറ്റി ആ രാജകുമാരന് മുന്നോട്ട് പോകാതിരിക്കാൻ, അത് ഫോളോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യന് താഴെയുള്ള എല്ലായിടവും ഇപ്പോൾ അയാൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ 41-ാം വയസ്സിലും. ആദ്യം പോർച്ചുഗലിൽ അവിടെ വിസ്മയിപ്പിച്ചു, പിന്നീട് മാഞ്ചസ്റ്ററിൽ അവിടെ പൊളിച്ചടുക്കി, പിന്നീട് മാഡ്രിഡിൽ അവിടെ തകർത്താടി, പിന്നീട് ഇറ്റലിയിൽ അവിടെയും എല്ലാ രീതിയിലും അമേസിംഗ് പെർഫോമൻസ് നടത്തി. മാഞ്ചസ്റ്ററിൽ കുതുകാൽ വെട്ടലുകളേറ്റ് അയാൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. പിന്നീട് സൗദിയിൽ ഇപ്പോൾ അയാൾ ആ മണ്ണ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കില്ലേ ആ നിയമങ്ങൾക്ക്, സൗദി നിയമങ്ങൾക്ക് അയാളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. വീഡിയോ കാണാതെ, അതായത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും ഇൻസ്റ്റാ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. അയാൾ ഇന്നലെ 100ാമത്തെ ഗോൾ അടിച്ചപ്പോൾ അൽ നാസറിന് മിന്നും ജയം. അൽ നാസർ കിരീടത്തിലേക്ക് അടുക്കുകയാണ്. യെസ്, മത്സരത്തിന്റെ 3ാം മിനിറ്റിൽ ജാവോ ഫെലിക്സ് ആണ് അവർക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. പിന്നീട് 10ാം മിനിറ്റിൽ അദ്ദേഹം തന്നെ 2ാം ഗോൾ നേടി. ജാവോ ഫെലിക്സ് തന്നെ 2ാം ഗോൾ നേടി. പിന്നീട് 30ാം മിനിറ്റിൽ അവർക്ക് വേണ്ടി കാർസ്കോ അവർക്ക് വേണ്ടി ഒരു ഗോൾ, അതായത് അൽ ഷബാബയ്ക്കെതിരെ ഒരു ഗോളും കൂടെ നേടുന്നു. അങ്ങനെ 2-1 എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഏകദേശം അവസാനിച്ചു. പിന്നീട് അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 75ാം മിനിറ്റിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വഴി ഒരു ഗോൾ, അദ്ദേഹത്തിന്റെ 100ാം ഗോൾ സൗദി പ്രോ ലീഗിൽ വന്നു. അങ്ങനെ 3-1 എന്ന രീതിയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം എന്താ പറയുക, അലി അൽ മക്തൂൽ, അദ്ദേഹം, അങ്ങനെയാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ വക ഒരു ഗോളും കൂടെ വന്നു. അങ്ങനെ 3-2 എന്ന രീതിയിൽ നിൽക്കുമ്പോൾ മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ 4-2 എന്ന രീതിയിൽ ജാവോ ഫെലിക്സ് മത്സരം സീൽ ചെയ്തു. 82 പോയിന്റുമായി 32 കളികളിൽ നിന്ന് അൽ നാസർ 1-ാം സ്ഥാനത്തും 31 കളികളിൽ നിന്ന് 77 പോയിന്റുമായി അൽ ഹിലാൽ 2-ാം സ്ഥാനത്തുമാണ്. ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. ഇനി 2 കളികൾ മാത്രമാണ് അൽ നാസറിന് ബാക്കി. അതിലൊരു കളി ചൊവ്വാഴ്ച അൽ ഹിലാലിനെതിരെയാണ്. എന്ത് സംഭവിക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നവരെ ബൈ.